എൻ്റെ പേര് റോസ്മേരി. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി മക്കളില്ലാതിരിക്കുകയായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് താമസിക്കുന്നതെന്നുള്ളത് ഡോക്ടർമാർ പറയുന്നില്ല. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 ഏപ്രിൽ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ അത് ഞങ്ങളെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടെൻഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഏപ്രിൽ 27 ഉടമ്പടി എടുക്കുന്നത്. പിറ്റേ മാസം മെയ് ലാസ്റ്റ് ജൂൺ ആദ്യത്തോടു കൂടി ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പം കൺഫേം ചെയ്തു കുഴപ്പമൊന്നും ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. അങ്ങനെ 7-ാം മാസം ആയപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് അലർജിക് ഷോക്ക് പോലെ വന്നിട്ട് പ്രഷർ 0 ആവുന്നു. അതുപോലെ തന്നെ പൾസും ഓൾമോസ്റ്റ് 0 ആയി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവിടെ നിന്ന് രാത്രിയിലാണ് കാഷ്വാലിറ്റിയിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡോക്ടർമാർ ആദ്യം പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യാൻ അത് കുഞ്ഞിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം അവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ചു. ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും കുഞ്ഞിനെ നോക്കണ്ട, അമ്മയെങ്കിലും രക്ഷിക്കാം എന്നുള്ള രീതിയിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും കൊടുത്തോ കുഴപ്പമില്ല എന്ന് കാഷ്വാലിറ്റി ഡോക്ടറിനോട് പറയും. അവർ ഹൈ ഡോസ് മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് 2 മണിക്കൂറോളം പൾസുമില്ല, പ്രഷറും ഇല്ല. അതുകൊണ്ട് ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, കാരണം ഇച്ചിരി സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇനിയും കുഞ്ഞിനെ നോക്കണ്ട, അമ്മയെങ്കിലും രക്ഷിക്കാം, അതിനുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ള രീതിയിൽ മരുന്ന് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ചെറുതായിട്ടൊന്ന് പ്രഷർ കാണിക്കാൻ തുടങ്ങിയത്. പിന്നീട് ഒന്ന് നേരെയായി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നെങ്കിലും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോഴേക്കും ഹാർട്ട് ബീറ്റ് നോർമലായിരുന്നു. പിന്നീട് കുറേ ചെക്കപ്പുകളൊക്കെ ചെയ്തു. അപ്പം കുഞ്ഞ് സേഫാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ 2024 ഫെബ്രുവരി 2 ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇവിടുന്ന് പത്രം മേടിച്ച് ഞങ്ങൾ പത്രം കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടിയുടെ കൂടെ കിട്ടിയ തൈലം എന്നും രാവിലെയും വൈകിട്ടും തൈലം പൂശി ഞങ്ങൾ പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി സ്ഥലത്തു നിന്ന് ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഒക്കെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, മാതാവ് അനുഗ്രഹിച്ചോളും, കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതുകൊണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തന്നു. സ്നേഹം നിറഞ്ഞവരെ, റോസ്മേരി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 നമ്മളിങ്ങനെ കാണുന്നുണ്ട്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമ്മളായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രഗ്നൻസിയിലായിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥനാ ജീവിതം, ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വരുന്ന അനുഭവത്തിലേക്ക് ഈ സഹോദരിക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിച്ചു. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.